നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഈ 1.4 ആൻഡ് 1.5 ദാറ്റ്സ് എ കോമ്പിനേഷൻ ആണ്. ശരിക്കും അത് സെപ്പറേറ്റ് ആണ് സിലബസ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ വെരി സ്മോൾ പോർഷൻ. സോ ഐ ആം കമ്പൈനിങ് ഇറ്റ് ടുഗദർ. അതിൽ ആദ്യത്തെ പോർഷൻ പറഞ്ഞത് ഇലോങ്ങേഷൻ ഓഫ് യൂണിഫോം ക്രോസ് സെക്ഷൻ ആണ്. യൂണിഫോം ക്രോസ് സെക്ഷന്റെ പ്രോബ്ലം നമ്മൾ കുറച്ച് നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം തന്ന ട്യൂട്ടോറിയലിൽ യൂണിഫോം ക്രോസ് സെക്ഷന്റെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. സോ ദാറ്റ് വെരി സിമ്പിൾ ആൻഡ് ഇറ്റ് ഈസ് ഓൾറെഡി കവേർഡ്. സോ ടുഡേ നമുക്കിനി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ വേരിയിങ് ക്രോസ് സെക്ഷനും പ്രിൻസിപ്പൽ ഓഫ് സൂപ്പർപൊസിഷൻ ആണ്. ഈ വേരിയിങ് ക്രോസ് സെക്ഷൻ രണ്ട് തരത്തിലാവാം. ഫസ്റ്റ് വൺ ഈസ് സ്റ്റെപ്ഡ് ബാർ, പിന്നെ ഒന്ന് യൂണിഫോമലി വേരിയിങ് ക്രോസ് സെക്ഷൻ. ഈ സ്റ്റെപ്ഡ് ബാർ എന്ന് പറയുന്ന സമയത്ത് അത് പല സൈസിലേക്ക് ഇങ്ങനെ മാറ്റപ്പെടുന്ന ഒരു ബാർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ വരുന്ന വേരിയേഷൻസ് അല്ലെങ്കിൽ അതിന്റെ സ്ട്രെസ് സ്ട്രെയിൻ, അതാണ് നമ്മൾ ആദ്യത്തെ ടോപ്പിക് ചെയ്യുന്നത്. നെക്സ്റ്റ് യൂണിഫോമലി വേരിയിങ് ബാർ. യൂണിഫോമലി വേരിയിങ് ബാർ എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ വേരി ചെയ്യുന്നു. ആൻഡ് ദാറ്റ് മേ ബി ഒരു സർക്കുലർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു റെക്ടാങ്കുലർ വേരിയിങ് ബാർ ആയിരിക്കാം. ഇങ്ങനെയുള്ളൊരു റെക്ടാങ്കുലർ ബാറും ആവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ സ്റ്റെപ്ഡ് ബാറിന്റെ ഒരു കണ്ടീഷൻ നോക്കാം. സ്റ്റെപ്ഡ് ബാർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഡിഫറെന്റ് വേരിയേഷൻ വരുന്നൊരു ബാർ ആയിരിക്കും. അപ്പൊ ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഓരോ പോർഷനിലും വരുന്ന ഡിഫോർമേഷൻ അല്ലെങ്കിൽ അവിടുത്തെ സ്ട്രെസ് സ്ട്രെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇതില് സ്ട്രെസ് ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിരിക്കും, സെയിം ആയിരിക്കും. ആക്ട് ചെയ്യുന്ന ഫോഴ്സ് സെയിം ആണ്. പക്ഷേ ഇവിടുത്തെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത്, ഈ ഒരു പോർഷന്റെ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ അതിന്റെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കുകയാണെങ്കിൽ ഇത്രേ വരുന്നുള്ളൂ. ഐസോമെട്രിക് വേറെ രീതിയിൽ വരച്ചരാം. ഇപ്പൊ സ്റ്റെപ്ഡ് ബാറിലെ ആദ്യത്തെ ചെറിയ പോർഷൻ ആണ്, അതിന്റെ ഐസോമെട്രിക് വ്യൂ ഇങ്ങനെ. പക്ഷേ രണ്ടാമത്തെ പോർഷൻ കുറച്ചുകൂടി വലുതാണ്. അപ്പൊ അതിന്റെ ഐസോമെട്രിക് വ്യൂല് അതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ ഇത്രയും വരും അല്ലെ. ആദ്യത്തെ ക്രോസ് സെക്ഷൻ ഏരിയ ഇത്ര മാത്രമേ വരുന്നുള്ളൂ. ഇനി ഇതിന്റെ ബാക്കിലാണ് അടുത്ത മെമ്പർ ചേഞ്ചസ് വരുന്ന പോർഷൻ പോകുന്നത്. ഇവിടെ ഒരു വലിയ സെക്ഷൻ വന്നു. അപ്പൊ ഇവിടുത്തെ ഏരിയ, ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത് ദിസ് ആയിരിക്കും. And that will be extending to backward like this. അപ്പൊ ഇവിടെയാണ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ദിസ് ഈസ് പി ആൻഡ് ദിസ് ഈസ് അഗൈൻ പി. കണ്ടല്ലോ, ഈ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്ത് ഇത്രയും ഏരിയയിൽ ഉണ്ടാവുന്ന സ്ട്രെസ്സും ഇത്രയും ഏരിയയിൽ ഉണ്ടാവുന്ന സ്ട്രെസ്സും ഇത്ര ഏരിയയിൽ ഉണ്ടാവുന്ന സ്ട്രെസ്സും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ സപ്പോസ് ഇവിടുത്തെ സ്ട്രെസ് വിൽ ബി σ1, ദാറ്റ് ഈസ് ഈക്വൽ ടു പി ബൈ A1, ഈ ഒരു ക്രോസ് സെക്ഷൻ ആയിരിക്കും. σ2 ഇവിടുത്തെ ദാറ്റ് വിൽ ബി പി ബൈ A2. ആൻഡ് ദിസ് സെയിം പി ഈസ് ആക്ടിങ് ഓൺ ദിസ് ഏരിയ ഓൾസോ, ദെർഫോർ വിൽ ബി ഗെറ്റിംഗ് ദ തേർഡ് സ്ട്രെസ് പി ബൈ A3. അപ്പൊ ഇതില് ഓരോ മെമ്പറിലും സ്ട്രെസ് വേരിയേഷൻ വ്യത്യസ്തമാണ്. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇനി ഈ മെറ്റീരിയൽ നമ്മൾ നേരത്തെ വരച്ച ഫിഗറിലേക്ക് പോവുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഉള്ളത്. സപ്പോസ് ഓരോന്നിന്റെയും ലെങ്ത് L1, L2, L3 ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു സെയിം ഫോഴ്സ് ആണെങ്കിലും സ്ട്രെസ്സസ് σ1, σ2 ആൻഡ് σ3 ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഈ ലെങ്ത് ഓരോന്നിന്റെയും വ്യത്യസ്തമായതുകൊണ്ട് ഇതിലുണ്ടാവുന്ന ഇലോങ്ങേഷനും വ്യത്യസ്തമായിരിക്കുമല്ലോ. ആൻഡ് ദാറ്റ് മേ ബി ഡെൽറ്റ L3, ഡെൽറ്റ L2 ആൻഡ് ഡെൽറ്റ L1. സോ ഇതായിരിക്കും ഇവിടുത്തെ ഓരോന്നിലെയും ചേഞ്ച് ഇൻ ലെങ്ത്, കാരണം ഓരോന്നിന്റെയും ലെങ്ത് വ്യത്യാസമുള്ളതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ
ഉണ്ടാവുന്ന സ്ട്രെയിൻ വാല്യൂ വ്യത്യസ്തമായിരിക്കുമല്ലോ. E1, E2 ആൻഡ് E3 ഉണ്ടാവും അല്ലേ? എന്തായിരിക്കും ഫോർമുല? E1 ഈക്വൽ ടു ഡെൽറ്റ L1 ബൈ L1, E2 ഈക്വൽ ടു ഡെൽറ്റ L2 ബൈ L2 ആൻഡ് E3 ഈക്വൽ ടു ഡെൽറ്റ L3 ബൈ L3. അപ്പോൾ ദീസ് ആർ ദ ഡിഫറെന്റ് സ്ട്രെയിൻ. അപ്പൊ ആ 3 മെമ്പറിനും ഒരേ ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത് എങ്കിലും നമുക്ക് കിട്ടിയിരിക്കുന്നത് 3 σ1, σ2, σ3 എന്ന 3 സ്ട്രെസ്സും E1, E2 ആൻഡ് E3 അല്ലെങ്കിൽ എപ്സിലോൺ എന്നുള്ള വാല്യൂ നമ്മൾ ടേം ഉപയോഗിച്ചിരുന്ന ഒരിക്കലും E1 ഉപയോഗിക്കാം നമുക്ക് സൗകര്യത്തിന്. സോ ദീസ് ആർ ദ 3 സ്ട്രെസ്സസ് ആൻഡ് സ്ട്രെയിൻ. ഇപ്പൊ സ്റ്റെപ്ഡ് ബാറിന്റെ കണ്ടീഷൻ മനസ്സിലായല്ലോ. അവിടെ ഓരോന്നിലും ഏരിയ വരുന്നു, വ്യത്യാസം വരുന്നു, ലെങ്ത് വ്യത്യാസം വരുന്നു. അപ്പൊ അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ്സും സ്ട്രെയിനും അല്ലെങ്കിൽ ഇലോങ്ങേഷനും വ്യത്യസ്തമായിരിക്കും. ഇനി നമുക്കറിയേണ്ടത് ടോട്ടൽ ആ ബാറ് എത്രത്തോളം ഇലോങ്ങേറ്റ് ചെയ്തപ്പെട്ടു എന്നറിയണം. അതെന്തായിരിക്കും? ഇവിടെ ഡെൽറ്റ L1 വന്നു, ഇവിടെ ഡെൽറ്റ L3 വന്നു, ഇവിടെ ഡെൽറ്റ L1 വന്നു. അപ്പൊ ടോട്ടൽ ഉണ്ടാവുന്ന ഇലോങ്ങേഷൻ എന്തായിരിക്കും? ടോട്ടൽ ഇലോങ്ങേഷൻ ഓഫ് ദിസ് ബാർ വിൽ ബി ഡെൽറ്റ L ഈക്വൽ ടു ഡെൽറ്റ L1 പ്ലസ് ഡെൽറ്റ L2 പ്ലസ് ഡെൽറ്റ L3. മനസ്സിലായല്ലോ? അങ്ങനെയാണ് ഈ സ്റ്റെപ്ഡ് ബാറിന്റെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. യൂണിഫോമിൽ വേരിയിങ് പ്രോബ്ലത്തിൽ എന്താ ചെയ്യുന്നത് നോക്കാം. ഇതൊരു സർക്കുലർ ബാറാണ് വിചാരിക്കാം. ഇവിടെ ഡയമീറ്റർ ഈസ് D2 and this is D1 and it is varying through uniformly over a length of L. So this diameter D1 is varying to D2 over a length of L. Uniformly varying ആണ് അല്ലേ? അപ്പൊ അതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിഫറൻസ് അല്ലെങ്കിൽ റിഡക്ഷൻ എങ്ങനെയായിരിക്കും? D1ൽ നിന്നും D2ലേക്ക് മാറപ്പെടുന്നത് L ലെങ്തിലാണ്. സോ ഇതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റിഡക്ഷൻ വിൽ ബി D1 മൈനസ് D2 ബൈ L. അങ്ങനെയാണെങ്കിൽ വി ആർ ടേക്കിംഗ് എ സ്മോൾ എലമെന്റൽ പോർഷൻ അറ്റ് എ ഡിസ്റ്റൻസ്. ഇത് വളരെ സ്മോൾ ആണ്, ഇത് കാണാൻ നമ്മൾ വലുതാക്കി വരയ്ക്കുന്നേ ഉള്ളൂ. സപ്പോസ് ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് എക്സ്. എക്സ് എന്ന ഡിസ്റ്റൻസിലെ ഒരു എലമെന്റൽ പോർഷൻ എടുത്തു. സോ ഡയമീറ്റർ ഇസ് വേരിങ് ഫ്രം D1 ടു D2 നമ്മൾ പറഞ്ഞ യൂണിഫോം റേറ്റിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ പൊസിഷനിലെ ഡയമീറ്റർ dx എന്തായിരിക്കും? D1ൽ നിന്നും D2ലേക്ക് മാറാൻ L ലെങ്ത് എടുത്തു. അങ്ങനെയാണെങ്കിൽ D1ൽ നിന്ന് dxലേക്ക് മാറാൻ എത്ര, അല്ലെങ്കിൽ x ലെങ്ത്തിൽ D1 dxലേക്ക് മാറി. അങ്ങനെയാണെങ്കിൽ dx എന്തായിരിക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇതാണ്. 1 മീറ്റർ L ലെങ്ത്തിൽ ഇത്രയും മാറി. അങ്ങനെയാണ് 1 മീറ്ററിൽ എത്ര മാറും? 1 മീറ്ററിൽ ഇത്രയും മാറും. D1 മൈനസ് D2ലേക്ക് മാറാൻ L ലെങ്ത് എടുത്തെങ്കിൽ 1 മീറ്ററിൽ മാറുന്ന ഡിസ്റ്റൻസ് ആണ്, ഡയമീറ്റർ ആണ് D1 മൈനസ് D2 ബൈ L. അങ്ങനെയാണെങ്കിൽ x ഡിസ്റ്റൻസിൽ എത്രത്തോളം ഡയമീറ്ററിൽ ചേഞ്ച് വരും? എത്ര വരും? നമുക്ക് നോക്കാം. That will be change in diameter up to x, and that is equal to rate of change is D1 minus D2 by L, and that into x. So this will be the reduction in diameter at a distance of x. അങ്ങനെയാണെങ്കിൽ എക്സിലെ ഡയമീറ്റർ എന്തായിരിക്കും ആക്ച്വലി? So diameter at x dx will be D1 minus D2 by L into x. ഇവിടെ നിന്ന് ഇവിടേക്ക് വരാനുള്ള റിഡക്ഷൻ എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പൊ എത്രയായിരിക്കും dx? ഇത്രയിൽ നിന്നും ആ റിഡക്ഷൻ കുറച്ചാൽ നമുക്ക് അവിടെ dx കിട്ടും. സോ ഡയമീറ്റർ ഓഫ് dx is equal to D1 minus D2 by L into x. സൗകര്യത്തിന് വേണ്ടി നമുക്ക് ആ D1 minus D2 എന്നതിനെ ഒരു കോൺസ്റ്റന്റ് ആക്കി മാറ്റാം. K into x ആയിട്ട് മാറി. So diameter of the circular bar at a distance x will be D1 minus K into x. Clear ആണോ? ഇനി
നമുക്ക് ആ ഒരു സ്ഥലത്തെ ഇതാണ് ഞാൻ പറഞ്ഞ എക്സ് എന്ന ഡിസ്റ്റൻസിൽ എടുക്കുന്നത്. സപ്പോസ് അതിന്റെ ലെങ്ത് ഡി എക്സ് ആണ് വിചാരിക്കാം. ആ എലമെന്റൽ പോർഷന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഡി എക്സ് ആണ്. അപ്പൊ ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്ത സമയത്ത് ഈ ഡി എക്സ് എന്ന ലെങ്ത് മാറും അല്ലേ? ഡി എക്സിന് ഇലോങ്ങേഷൻ സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഡി എക്സിന് സംഭവിക്കുന്ന ഇലോങ്ങേഷൻ എത്ര എന്നെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? നമുക്കറിയാം ഇവിടുത്തെ ക്രോസ് സെക്ഷൻ ഡയമീറ്റർ അല്ലെങ്കിൽ ഡയമീറ്റർ ഈസ് ഡി എക്സ് നമുക്ക് നേരത്തെ കിട്ടി. ഡി വൺ മൈനസ് സം കെ ഇൻറ്റു എക്സ് എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഡയമീറ്റർ എക്സ്. അവിടുത്തെ ഏരിയ ക്രോസ് സെക്ഷൻ ഏരിയ എന്തായിരിക്കും? എ എക്സ് വിൽ ബി പൈ ബൈ 4 ഇൻറ്റു ഡി എക്സിന്റെ സ്ക്വയർ ആയിരിക്കും. ദാറ്റ് ഈസ് പൈ ബൈ 4 ഇൻറ്റു ഡി വൺ മൈനസ് കെ എക്സ് സ്ക്വയർ ആയിരിക്കും. അപ്പൊ അവിടുത്തെ ഏരിയ കിട്ടി. അവിടുത്തെ സ്ട്രെസ് എന്തായിരിക്കും? അപ്പോൾ ദാറ്റ് ഫോഴ്സ് പി ഡിവൈഡഡ് ബൈ എക്സ് ആയിരിക്കും അല്ലേ? സ്ട്രെസ് നമുക്ക് കിട്ടി. ഇനി സ്ട്രെയിൻ കണ്ടുപിടിക്കണം. ഇവിടുത്തെ സ്ട്രെയിൻ എന്തായിരിക്കും? സ്ട്രെസ് അറിയാം. സപ്പോസ് ഇ ഈസ് ദ യങ്സ് മോഡുലസ്. അപ്പൊ സ്ട്രെയിൻ എന്തായിരിക്കും? സ്ട്രെസ് ബൈ ഇ ആയിരിക്കും അല്ലേ? അപ്പൊ ഈ ഒരു ചെറിയ സ്മോൾ പോർഷന്റെ ഇ എക്സിന്റെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ മൊത്തം ഈ ഒരു ബാറിന്റെ എങ്ങനെ കിട്ടും? വി ഹാവ് ടു ഇന്റഗ്രേറ്റ് എക്സ് ഫ്രം 0 ടു ലെങ്ത് എൽ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഇലങ്ങേഷൻ ഓഫ് ദ ബാർ വിൽ ബി, ഒരു ഇക്വേഷൻ ഉണ്ട്. ടോട്ടൽ ഇലങ്ങേഷൻ ഓഫ് ദ ബാർ ഇസ് ഈക്വൽ ടു, നമുക്ക് ജനറൽ ഇക്വേഷൻ എന്തായിരുന്നു? ഒരു ഡെൽറ്റ എൽ എന്ന ഇക്വേഷൻ പണ്ട് പഠിച്ചത് ഓർമ്മയുണ്ടോ? ഡെൽറ്റ എൽ ഈക്വൽ ടു പി എൽ ബൈ എ ഇ. ഇതിന് ഈക്വലന്റ് ആയിട്ട് തന്നെ ഇവിടെ ഒരു ലെങ്ത് കിട്ടും. സോറി, ഇ അല്ല, ഡെൽറ്റ എല്ലിന് ഒരു ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് ഡെൽറ്റ എൽ ഈക്വൽ ടു പി എൽ ബൈ എ ഇക്ക് പകരം പൈ ബൈ 4 ഇൻറ്റു ഡി വൺ ഡി ടു ഇൻറ്റു ഇ. പഠിക്കാൻ എളുപ്പമാണ്. ഇവിടെ എ എന്നുള്ളതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് പൈ ബൈ 4 ഇൻറ്റു ഡി വൺ ഇൻറ്റു ഡി ടു ഇൻറ്റു ഇ എന്നാണ്. സോ ദിസ് ഇക്വേഷനിലേക്ക് നമ്മൾ എത്തും. നമുക്ക് ചെയ്ത് നോക്കാം. ഈ ഇക്വേഷനിൽ എത്തും. ഈ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിപ്പോൾ നോട്ട്സ് പറഞ്ഞുതരാം. ആ നോട്ട്സ് എഴുതിക്കോ. അതുപോലെ എഴുതണം. എന്നിട്ട് നമുക്ക് ഇതിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഇതിന്റെ എക്സ്പ്ലനേഷൻ, ഇത് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കാറുള്ളതാണ്. ഡിറൈവ് ദ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് എ ബാർ ഓഫ് യൂണിഫോം ക്രോസ് സെക്ഷൻ എന്നല്ല, സോറി, വേരിയിങ് ക്രോസ് സെക്ഷൻ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ എഴുതിക്കോ. സൈഡ് എഴുതിക്കോ. അനാലിസിസ് ഓഫ് uniformly varying cross section. അതിൽ ഒന്നാമത്തെ നമ്മൾ ചെയ്യാൻ പോകുന്നത് സർക്കുലർ റോഡ്. കൺസിഡർ a uniformly tapering road. Consider a uniformly tapering road. Consider a uniformly tapering road of length L, of length capital L, varying its diameter from D1 to D2. രണ്ടും ക്യാപിറ്റൽ ആണ്. varying its diameter from capital D1 to D2 uniformly. D1 to D2 uniformly. എന്നിട്ട് ഈ ഫിഗർ വരച്ച് വെക്കാം. ഈ ഒരു ഫിഗർ അവിടെ ഇതേപോലെ വരയ്ക്കുക. മാറ്റങ്ങളൊന്നുമില്ല, സെയിം ഫിഗർ. ഫിഗർ നമ്പർ വേണ്ട, ജസ്റ്റ് ഫിഗർ മാത്രം ഒന്ന് വരയ്ക്കുക. ഓക്കെ, അടുത്ത എഴുതേണ്ടത് കൺസിഡർ
a small elemental length of dx. Consider a small elemental length of dx at a distance small x from the left end. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇതിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ ഫിഗർ ഈ ടെക്സ്റ്റ് ബുക്ക് അതേപോലെ തന്നെ ഈ ടെൻഷൻസ് അതേപോലെ ഉപയോഗിച്ചാൽ മതി, മാറ്റങ്ങളൊന്നുമില്ല. ദിസ് ഈസ് ദ പോർഷൻ. ഇനി അതിന്റെ കണ്ടിന്യൂഷൻ പോർഷനും അതേപോലെ തന്നെ എഴുതാം. ദ സ്ട്രെയിൻ എക്സ് in the small elemental of length ds is obtained by using equation. This is the detailed definition extension. ഇത് ചെയ്തു നോക്കുക, ജസ്റ്റ് കോപ്പി അടിക്കരുത്. നിങ്ങൾ അതിന്റെ കോൺസെപ്റ്റ് ശരിക്കും പഠിച്ചിട്ട് ചെയ്യാം. കാരണം ഡിഫറൻസിയേഷൻ ഇന്റഗ്രേഷൻ ഉള്ളതാണ്. ഇന്റഗ്രേഷനിൽ എക്സാമിന്റെ സമയത്ത് നിങ്ങൾക്ക് എവിടെ നോക്കി ചെയ്യാൻ പറ്റും, സ്വന്തം ചെയ്യേണ്ടതാണ്. അപ്പോൾ സ്റ്റെപ്പ് ഒന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇക്വേഷൻ. ടോട്ടൽ എക്സ്റ്റൻഷൻ വിൽ ബി, ഇവിടെ നമ്മൾ ഇക്വേഷൻ നേരത്തെ പറഞ്ഞ സ്ട്രെയിനിന്റെ കാര്യമൊക്കെ പറഞ്ഞു. സോ സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു, ഇതാണ് സ്ട്രെയിനിന്റെ ഇക്വേഷൻ. സ്ട്രെയിൻ ഇത്ര കിട്ടി, ഒരു ഇക്വേഷൻ കിട്ടി, 4p by pi e d1 into k minus x കുറയട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്ട്രെയിൻ കിട്ടുമെങ്കിൽ അവിടുത്തെ dx എന്ന ലെങ്ത്തിന്റെ ഇലോങ്ങേഷൻ എത്രയായിരിക്കും? dx എന്ന ലെങ്ത്തിന്റെ ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ എൽ ഓഫ് dx, and that will be delta L of dx divided by dx അല്ലേ? ഇതാണ് ആ ഇക്വേഷൻ. ആ ഇക്വേഷനിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞുതരാം. ഡെൽറ്റ L of dx divided by dx, and that will be equal to E of x. അപ്പോൾ E of x ഇവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ L of dx എന്തായിരിക്കും? Ex into dx ആയിരിക്കും അല്ലേ? So that value is given in this portion. That is extension of the small elemental length dx is equal to this strain into dx. That is Ex into dx. That is 4p by pi e into d1 minus k into x square dx. അങ്ങനെ കിട്ടി. This substitution മാത്രം. ഇനി ഇതിന്റെ ഡിഫറൻസിയേഷനിലേക്ക് ഇന്റഗ്രേഷനിലേക്ക് പോവാണ്. So total extension is equal to dl into integral 0 to L of 4p into dx by ഈ ഇക്വേഷൻ അതുപോലെ എഴുതി. ഇനി അതിൻ്റെ അകത്തുനിന്ന് കോൺസ്റ്റന്റിനെ പുറത്തെടുത്തു, 4p by pi e പുറത്തെടുത്തു. സോ ദാറ്റ് ഈസ് 0 to L d1 minus k x raised to minus 2 into dx. ഒരു കാര്യം ചെയ്യാം, ആ പോർഷൻ മാത്രം ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഗെറ്റിംഗ് ആസ് 4p by pi e into integral 0 to L 1 by d1 minus kx raised to minus 2 dx. Sorry, kx raised to kx square dx. അതാണ് ഇക്വേഷൻ. ഇതെങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും? ഇത് 1 by x square എന്നുള്ളൊരു ഫോമാറ്റ് ആണ്. ഇന്റഗ്രൽ 1 by x square എന്താ? മൈനസ് 1 into 1 by x. ഇങ്ങനെയാണോ? പിന്നെ ഈ എക്സിന് ഏതെങ്കിലും കോൺസ്റ്റന്റ് ഉണ്ടായിരുന്നെങ്കിൽ അതും അവിടെ ഡിവിഷനിലായിട്ട് വരും. അതായത് ഇതൊരു കെ എക്സ് സ്ക്വയർ ആണെന്ന് വിചാരിച്ചു. ഇന്റഗ്രൽ 1 by kx square. So here it will be minus 1 into 1 by x ഉണ്ടാവും. ഇവിടെ കെ എക്സ് സ്ക്വയറിന്റെ അല്ലെങ്കിൽ ഈ കെ എന്നുള്ള കോൺസ്റ്റന്റും അവിടെ ഡിവൈഡ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ ഫൈനൽ ആൻസർ കിട്ടുള്ളൂ. ഇതേ രീതിയിൽ നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ എന്ത് വരും? ഒരു -1 ഉണ്ടാവും ഇൻറ്റു 1 by d1 minus kx സ്ക്വയർ പോയിട്ട് kx ആയി മാറി. ഇൻറ്റു ഇവിടെ എക്സിൻ്റെത് കോൺസ്റ്റന്റ് കെ ആണ്. അപ്പൊ എന്തായിട്ട് മാറും? അത് കെ മൈനസ് കെ എക്സും കൂടി വരും അല്ലേ? മൈനസ് കെ എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് -1 by k ആയിരിക്കും. സോ വിൽ ബി ഗെറ്റിംഗ് ഈ മൈനസും മൈനസും പോയി
So finally we will be getting d1 minus kx ഡിനോമിനേറ്ററിൽ തന്നെ k ഉണ്ടാവും. ഇത് ക്ലിയർ ആണോ? ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നെക്സ്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ദാറ്റ് ഈസ് ഈക്വൽ ടു 4p by pi by e into 1 by മൈനസ് ഇല്ല, മൈനസ് ക്യാൻസൽ ആയി, 1 by d1 minus kx into k, and that is from 0 to L. See, this is the നമ്മൾ ഇപ്പോൾ പറഞ്ഞ 4p by pi ek into 1 by d1 minus kx into 0 to L. അപ്പോൾ ആദ്യത്തെ L എന്നുള്ള വാല്യൂ കൊടുത്തു. സോ 4p by ek പുറത്ത് വന്നു. സോ 1 by d1 minus k into L കൊടുത്തു, മൈനസ് 1 by d1 minus k into 0. സോ ഫൈനലി സോൾവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കിട്ടും. ഇനി കെന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഈക്വേഷൻ്റെ അകത്ത്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് മാത്തമാറ്റിക്കലി സോൾവിങ് മാത്രമേ ഉള്ളൂ, വേറെ മെക്കാനിക്സോ അല്ലെങ്കിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സോ എഞ്ചിനീയറിംഗ് മെക്കാനിക്സോ ഒന്നും ഇതിൻ്റെ അകത്തില്ല, ജസ്റ്റ് ഇത്ര മാത്രം. സോ ഫൈനലി യു വിൽ ബി ഗെറ്റിംഗ് കണ്ട dl equal to 4pl by pi e into d1 d2. അത് നമുക്ക് പഠിക്കാനുള്ള സൗകര്യത്തിന് ചെറിയ മാറ്റമാണ് ഞാൻ പറഞ്ഞത്. ഇക്വേഷൻ 4pl by pi e into d1 d2 ആണ്. സോ ദേ ആർ ഗെറ്റിംഗ് ആസ് 4pl by pi e into d1 d2. ഇതിനെ നമുക്ക് പറ്റാവുന്ന ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള രീതിയിലേക്ക് മാറ്റുന്നു. അതെങ്ങനെ മാറ്റുന്നു വെച്ചാൽ ഈ 4നെ താഴെ കൊണ്ടുവന്നു, pl by pi by 4 into d1 d2 into e. ഇങ്ങനെ ഫോമിൽ നമുക്കറിയാലോ, ദാറ്റ് ഈസ് ഈക്വലന്റ് ടു pl by ae. ഈ ഇക്വേഷൻ നമുക്കറിയാം. അപ്പൊ ഇവിടെ a എന്നുള്ളതിന് പകരം pi by 4 into d1 d2 ആണ്. അതൊരു ഒരു സർക്കിൾ മാത്രം അല്ലെങ്കിൽ ഒരു സർക്കുലർ പൈപ്പ് മാത്രം യൂണിഫോം ഡയമീറ്റർ ആണെങ്കിൽ എന്തായിരുന്നു ഇക്വേഷൻ വരിക ശരിക്കും? pl by pi by 4 d square into e. ഈ d square pi by 4 into d square എന്നുള്ളതിന് പകരം നമ്മൾ അവിടെ pi by 4 into d1 d2 into e എന്നാക്കി. അപ്പം ബൈഹാർട്ട് ചെയ്യാൻ എളുപ്പമായല്ലോ ഈ സാധനം അല്ലേ? ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഫോർ. ഈ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ ഡെൽറ്റ എൽ ഫോർ ദ circular cross section, tapering rod of circular cross section, delta L is equal to PL by pi by 4 into d1 d2 into e. ഇത് ബൈ ഹാർട്ട് ആയിരിക്കണം. ഓക്കെ, അപ്പൊ അത്രയും പോർഷൻ അവിടെ നോട്ടിൽ എഴുതുക. ഇനി അടുത്ത സൈഡ് ഹെഡിംഗ് എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് യൂണിഫോമലി ടാപ്പറിംഗ് റെക്ടാങ്കുലർ ബാർ. ഇതാണ് ആ ടോപ്പിക്. Analysis of uniformly tapering rectangular bar. ഇത് ഇതേപോലെ എഴുതിയെടുക്കുക, ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, എക്സ്പ്ലനേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട് ഫിഗറിൽ നോക്കുക. ഫിഗറിൽ ഒരു ഇങ്ങനെ തന്നിട്ടുണ്ട്, അതിന്റെ ക്രോസ് സെക്ഷൻ പ്ലാനും തന്നിട്ടുണ്ട്, എലിവേഷൻ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്, ലോഞ്ചിറ്റ്യൂഡിനൽ ക്രോസ് സെക്ഷൻ. ഇതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ക്രോസ് സെക്ഷൻ, ദിസ് ഇസ് ദ പ്ലാൻ. അപ്പൊ തിക്നെസ് യൂണിഫോം ആണ് ത്രൂ ഔട്ട് ദ ലെങ്ത്. പക്ഷെ ഈ സൈഡിലുള്ള വിഡ്ത്ത് എയിൽ നിന്ന് ബിയിലേക്ക് മാറുന്നു. അതാണ് എ ബാർ ഓഫ് കോൺസ്റ്റന്റ് തിക്നെസ് ആൻഡ് യൂണിഫോമലി ടാപ്പറിംഗ് ഇൻ വിഡ്ത്ത് ഫ്രം വൺ എൻഡ് ടു ദ അതർ. ഇവിടെ എ ആണ്, ഇവിടെ ബി ആണ്. ഇനി ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യം എടുക്കുന്നത് ഒരു എലമെന്റൽ ക്രോസ് സെക്ഷൻ എടുക്കുന്നു ഓഫ് ലെങ്ത് dx അറ്റ് എ ഡിസ്റ്റൻസ് x. എന്നിട്ട് അതിന്റെ ഇവിടുത്തെ വിഡ്ത്ത് എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നു. നേരത്തെ ചെയ്ത അതേ പ്രോസസ്സിൽ എയിൽ നിന്ന് ബിയിലേക്ക് മാറാൻ എൽ ലെങ്ത് എടുത്തു. അപ്പൊ അതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കിട്ടി. ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇൻറ്റു എക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ വരുന്ന റിഡക്ഷൻ മനസ്സിലാവും. എയിൽ നിന്ന് ആ റിഡക്ഷൻ മൈനസ് ചെയ്താൽ ഇവിടുത്തെ വിഡ്ത്ത് കിട്ടും. ബാക്കി നേരത്തെ ചെയ്ത പോലെ തന്നെ വിഡ്ത്ത് ഇൻറ്റു തിക്നെസ് ഏരിയ കിട്ടി. ആ ഏരിയയിലാണ് ഇത്തരം സ്ട്രെസ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അടുത്ത എക്സ്പ്ലനേഷനിൽ പോവാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പി ഇറ്റ് ഈസ് സബ്ജക്ട് ടു ആൻ ആക്സിയൽ ലോഡ് ഓഫ് പി, ലെങ്ത് ഓഫ് ദ ബാർ ഈസ് എൽ,
വിഡ്ത്ത് ഓഫ് ദ ബിഗർ എന്താണ് എ, റൈറ്റ് എൻഡിൽ ബി, യങ്സ് മോഡുലസ്, തിക്നെസ് ഓഫ് ദ, ഇത്രയും കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെ എഴുതി വെക്കണേ. സെയിം സാധനം എഴുതി വെക്കാനല്ല, നിങ്ങൾ എഴുതി പഠിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത്, കൺസിഡർ എനി സെക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദ ബിഗർ എൻഡ്. അപ്പൊ അവിടുത്തെ വിഡ്ത്ത് എന്തായിരിക്കും? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വിഡ്ത്ത് കിട്ടി, എ മൈനസ് ബി ബൈ എൽ. അത്രയും ലെങ്ത്തിൽ, എൽ ലെങ്ത്തിലാണ് എ എന്ന് ബിയിലേക്ക് കുറയുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സ് ലെങ്ത്തിൽ എത്ര കുറയും? എ മൈനസ് ബി ഇൻറ്റു ബി ബൈ എൽ ഇൻറ്റു എക്സ് കുറയും. അപ്പൊ അവിടുത്തെ വിഡ്ത്ത് എന്തായിരിക്കും? എ മൈനസ് ബി ഇൻറ്റു എക്സ് ബൈ എൽ. ദാറ്റ് ഈസ് ദ വിഡ്ത്ത് അറ്റ് എക്സ് എക്സ്. അപ്പൊ എന്ത് വന്നു? എ മൈനസ് കെ എക്സ് കിട്ടി. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിനൊരു കോൺസ്റ്റന്റ് ആക്കി മാറ്റി കെ എക്സ് ആക്കി. അവിടുത്തെ തിക്നെസ് ടി ആണ്. അപ്പൊ അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്തായിരിക്കും? വിഡ്ത്ത് ഇൻറ്റു തിക്നെസ്. സോ എ മൈനസ് കെ എക്സ് ഇൻറ്റു ടി കിട്ടിയല്ലോ. അവിടുത്തെ സ്ട്രെസ് നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെയാണ്. സ്ട്രെസ് കണ്ടുപിടിക്കുന്നു, ലോഡ് ബൈ ഏരിയ, ഇത് കിട്ടി. അവിടുത്തെ എക്സ്റ്റൻഷൻ എന്തായിരിക്കും? അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്ട്രെയിൻ ഇൻറ്റു ലെങ്ത് ഓഫ് ഡി എക്സ് ആണ്. സ്ട്രെയിൻ എന്ന് പറയുന്നത് സ്ട്രെസ് ബൈ ഇ ആണ്, അത് നമുക്കറിയാം. അപ്പൊ ഇവിടെ സ്ട്രെസ് എന്ന് പറയുന്നത് പി ബൈ എ, ഇതാണ് ക്രോസ് സെക്ഷൻ ഏരിയ. എ മൈനസ് കെ എക്സ് ഇൻറ്റു ടി നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. എ മൈനസ് കെ എക്സ് ഇൻറ്റു ടി ആയിരിക്കും ഇവിടുത്തെ ക്രോസ് സെക്ഷൻ ഏരിയ. സോ സ്ട്രെസ് വിൽ ബി പി ബൈ എ. അപ്പൊ സ്ട്രെസ് ബൈ ഇ ദാറ്റ് വിൽ ബി ഇൻറ്റു ലെങ്ത് ഡി എക്സ് ആയിരിക്കും. ആ ഡി എക്സിൽ ഉണ്ടാവുന്ന എലോങ്ങേഷൻ. സോ ഇലോങ്ങേഷൻ ഓഫ് ദ ഡി എക്സ് വിൽ ബി പി ബൈ ഇ ഇൻറ്റു എ മൈനസ് ദ ഈ സാധനം തന്നെ, പി ഇൻറ്റു എ മൈനസ് കെ എക്സ് ഇൻറ്റു ടി ഇൻറ്റു എക്സ്. ഇക്വേഷൻ വരെ നോക്കാം. ഇവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ബൈഹാർട്ട് ചെയ്യരുത്, ചെയ്ത് പഠിക്കണം ഈ സാധനം. നൗ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എക്സ്റ്റൻഷൻ ഓഫ് ദ ബാർ വിൽ ബി ഇന്റഗ്രൽ ഓഫ് ദ എൻറ്റയർ ലെങ്ത് ഫ്രം 0 to L. ക്ലിയർ ആണോ? ഈ പോയിന്റ് മാത്രം നോക്കാം. പി ബൈ ഇ ടി ഇൻറ്റു ഇന്റഗ്രൽ 0 to L ഡി എക്സ് ബൈ എ മൈനസ് കെ എക്സ്. പി ബൈ ഇ ടി ഇൻറ്റു 0 to L ഓഫ് ഡി എക്സ് മൈനസ് ഡി എക്സ് ബൈ എ മൈനസ് കെ എക്സ്. ഇതാണ് ഇപ്പോൾ ഇവിടെ ലാസ്റ്റ് എഴുതിയിരിക്കുന്ന ഡി എൽ എന്നതിന്റെ ഇക്വേഷൻ. അഗൈൻ ദിസ് പി ബൈ ഇ ടി ഇസ് എ കോൺസ്റ്റന്റ് നമ്മൾ പുറത്തെടുക്കുന്നു. ഇൻറ്റു ഇത് ഏത് ഫോർമുല? ഡി എക്സ് ബൈ സം കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സം വാല്യൂ. സോ ദാറ്റ് ഈസ് കമ്മിങ് ആസ് എ ഇന്റഗ്രൽ ഓഫ് 1 ബൈ എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ ഓഫ് 1 ബൈ എക്സ് ഡി എക്സ് എന്താ? ലോഗ് എക്സ് ആണ് അല്ലേ? ആ സെയിം കോൺസെപ്റ്റ് ഇവിടെ വരും. പക്ഷെ അതിനൊപ്പം തന്നെ ഈ എക്സിന് വരുന്ന കോൺസ്റ്റന്റ് അവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വരും. സോ ദിസ് വിൽ ബി ലോഗ്, വെറും ലോഗ് ടു ദ ബേസ് 10 അല്ല, ലോഗ് ടു ദ ബേസ് നാച്ചുറൽ ലോഗരിതമാണ്. ലോഗ് ഇ ഓഫ് 1 ബൈ അല്ല സോറി ലോഗ് ഇ ഓഫ് എ മൈനസ് കെ എക്സ്, log e of a minus kx into 1 by minus k. So it can be rearranged as minus p by k e t ശരിയല്ലേ into log to the base e a minus kx from 0 to L. ക്ലിയർ ആണോ? ഇവിടെ ഇത്ര നമ്മൾ ചെയ്തു കഴിഞ്ഞു. ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് പി ബൈ ഇ ടി കെ ഇൻറ്റു ലോഗ് ഇ എ മൈനസ് കെ എൽ കൊടുത്തു, എക്സിന് വരെ എൽ കൊടുത്തു, മൈനസ് ലോഗ് ഇ എ മൈനസ് കെ ഇൻറ്റു 0. അപ്പം ഇങ്ങനെ വന്നു. അതിനൊന്ന് റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൈനസ് ഉണ്ട്, മൈനസ് ലോഗ് ഇവിടെ ഉണ്ട്. അപ്പം മൈനസ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ലോഗ് എ ടു ദ ബേസ് ഇ മൈനസ് ലോഗ് ഇ എ മൈനസ് കെ എൽ കിട്ടും അല്ലേ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും മൈനസ് പുറത്തെടുത്തപ്പോൾ. സോ പി ബൈ ഇ ടി കെ ഇൻറ്റു ലോഗ് എ മൈനസ് ലോഗ് ബി എന്താ? ലോഗ് എ ബൈ ബി ആണ്. അതേപോലെ ഇവിടെ ലോഗ് എ ബൈ എ മൈനസ് കെ എൽ എന്ന് എഴുതി. ടു ദ നാച്ചുറൽ ലോഗാണ്, മറക്കരുത്, തെറ്റിപ്പോരുത്, നാച്ചുറൽ ലോഗാണ്. ഇനി കെക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു മൊത്തം ഇക്വേഷൻ്റെ അകത്ത്. അങ്ങനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് ദിസ് വാല്യൂ പി എൽ ബൈ ഇ ടി ഇൻറ്റു എ മൈനസ് ബി ഇൻറ്റു ലോഗ് ഇ a by b. So this equation to be by hearted. അപ്പോൾ ഈ രണ്ട് പ്രോസസ്സും ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. എങ്ങനെയാണ് ടാപ്പറിംഗ് ചെയ്യുന്ന റോഡിലെ ഹൗ ദിസ് ഇലോങ്ങേഷൻ ഈസ് ഡിറൈവ്ഡ്.
ഈ ഫോർമുലയും ആ ഒരു പ്രോസസ്സും ബൈ ഹാർട്ട് ആയിരിക്കണം. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ ഒരു പോയിന്റ് ആയിരുന്നു പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. ഈ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഉദ്ദേശിക്കുന്നത് മെക്കാനിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ, ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്, അതിൽ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പഠിച്ചിട്ടുണ്ടാവും. അതിലെന്താ പറയുന്നത്? അതിൽ പറയുന്നത് ഇഫ് an effect is happening, ഒരു മെറ്റീരിയലിൽ ഇവിടെ ഒരു എഫക്ട് വന്നു 1 എന്നുള്ള പോയിന്റിൽ, ഇവിടെ വേറെ എഫക്ട് വന്നു 2 എന്നുള്ള പോയിന്റിൽ, ഇവിടെ വേറെ എഫക്ട് വന്നു 3 എന്നുള്ള പോയിന്റിൽ, ഡ്യൂ ടു സം അതർ ഫോഴ്സസ് ആൻഡ് ഓൾ. സോ ടോട്ടൽ എഫക്ട് ഓഫ് ദിസ് മെറ്റീരിയൽ വിൽ ബി എഫക്ട് ഡ്യൂ ടു 1 പ്ലസ് എഫക്ട് ഡ്യൂ ടു 2 പ്ലസ് എഫക്ട് ഡ്യൂ ടു 3. ഈ 1, 2, 3 എന്ന് പറയുന്നത് ഫോഴ്സ് കൊണ്ട് ഉണ്ടാവുന്ന എഫക്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു എലോങ്ങേഷൻ ആയിരിക്കാം, എന്തോ ആട്ടെ. സോ ദാറ്റ് മെറ്റീരിയൽ ഉണ്ടാവുന്ന ടോട്ടൽ എഫക്ട് വിൽ ബി എഫക്ട് ഓഫ് force 1, effect of force 2 and effect of force 3. അല്ലേ? That is the principle of superposition. The total effect will be equal to sum of individual effects, or sum of smaller effects. But next heading is the principle of superposition. Principle of superposition. എഴുതില്ലേ? അവിടെ എഴുതാം. When a number of forces are acting on a member, when a number of forces are acting on a member, the resulting strain will be equal to the algebraic sum of strains of individual loads. Resulting strain will be equal to algebraic sum of strains of individual loads or portions. Individual loads or portions. അതിനൊരു explanation കൊടുക്കാം. Suppose this member is having 3 portions. ഇവിടെ ഒരു ഫോഴ്സ് P1 ആക്ട് ചെയ്യുന്നു, ഇവിടെ ഒരു ഫോഴ്സ് P2 ആക്ട് ചെയ്യുന്നു, ഇവിടെ ഇങ്ങനെ ഒരു ഫോഴ്സ് P3 ആക്ട് ചെയ്യുന്നു വിചാരിക്കാം. So, and this is L1, this is L2, this is L3. എന്താ എഴുതാ? Total elongation of the member A, B, C, D is equal to total strain of the total elongation deformation of the member ABCD equal to deformation in AB plus deformation in BC. Actually ഇത് പ്ലസ് ഓർ മൈനസ് എടുക്കാം. deformation BC plus or minus deformation in CD. So this is the total deformation of the member AB, BC, etc. എന്തുകൊണ്ടാണ് ഇവിടെ ഈ പ്ലസ് ഓർ മൈനസ് ഉപയോഗിക്കാൻ കാരണം? കാരണം ഈ എ ബി സിയിലോ അല്ലെങ്കിൽ സി ഡിയിലോ ഉണ്ടാവുന്ന ഡിഫോർമേഷൻ ഇലോങ്ങേഷൻ ആവാം, കംപ്രഷൻ ആവാം, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഫോഴ്സിനനുസരിച്ച് അല്ലേ. അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ടെൻഷൻ ആണെങ്കിൽ പ്ലസും, കംപ്രഷൻ ആണ് നെഗറ്റീവും. ഇത് നമ്മുടെ ഒരു സൈൻ കൺവെൻഷനാണ്.